കോട്ടയത്ത് ഇന്ന് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതോടെ സ്വകാര്യ മേഖലയ്ക്കുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് സമരം. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഒരു സൂചനാ സമരമായി ഇത് വേണമെങ്കിൽ കാണാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്വകാര്യ ബസ്സുകൾ തങ്ങളുടെ പ്രതിസന്ധി സർക്കാരിന് മുന്നിൽ ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിലുള്ള കുറവൊക്കെ അവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണ് ബസ് ഉടമകളുടെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ? രഞ്ജിത്ത്, തീർച്ചയായും കോട്ടയത്ത് മാത്രമുള്ള ഒരു സമരമാണെങ്കിലും സംസ്ഥാനത്തിന് മൊത്തത്തിലുള്ള ഒരു സൂചനാ പണിമുടക്കായി ഇന്നത്തെ കോട്ടയത്തെ സമരം മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗമ്പടം ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇതുപോലെയുള്ള ചില സ്വകാര്യ ബസ്സുകൾ ഒഴികെയുള്ള KSRTC ബസ്സുകൾ ഇവിടെ എത്തി സർവീസ് നടത്തി മടങ്ങിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും ഏതാണ്ട് സ്തംഭനാവസ്ഥയിൽ തന്നെയാണ്. ഏതാണ്ട് എല്ലാ യൂണിയനുകളും ഒരുമിച്ച് ഈ സമരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അപൂർവം യാത്രക്കാർ മാത്രമാണ് ഇവിടെ വന്ന് പോകുന്നത് എന്നുള്ളതും എടുത്ത് പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞ ശനിയാഴ്ച തന്നെ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ബസ്സുകളിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന യാത്രക്കാരോടെല്ലാം ഈ കണ്ടക്ടർമാരുൾപ്പെടെയുള്ളവർ ഇന്ന് സമരമാണ് എന്ന കാര്യമൊക്കെ ഇന്നലെ ഓർമ്മിപ്പിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഒരുപാട് ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല മേഖലകളിലും ഈ സ്വകാര്യ ബസ്സുകൾ കാര്യമായി സർവീസ് നടത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ഉൾവഴികളിൽ. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ളവരെയൊക്കെ സംബന്ധിച്ച് ഇന്ന് ജോലിക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല പ്രതിസന്ധികളും നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വളരെ ഗുരുതരമായൊരു വിഷയം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. അവരുടെ ജീവിതം തന്നെ ആകെ പ്രതിസന്ധിയിലാകെ ആയി നിൽക്കുന്നൊരു സാഹചര്യം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സർക്കാർ തലത്തിലൊരു പരിഹാരം ഉണ്ടാകണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് സർക്കാർ ഇതിൽ ഇടപെടാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധി, ഈ ബസ്സുകൾ കയറ്റിയിടും, ഇനി ഓടില്ല എന്നൊക്കെ പല ജില്ലകളിലും പല ബസ് ഉടമകളും ഒക്കെ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായി വേണം കോട്ടയത്തെ ഈ ഒരു സമരത്തെ കാണാൻ. എന്തായാലും അവർ വലിയ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധിയുടെ ഒരു ആഴം വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സമരം. രഞ്ജിത്ത്, കോട്ടയത്ത് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു. ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഒരു സൂചനാ പണിമുടക്കായി ഇതിനെ കാണണം. ഇപ്പോൾ കേരളമെമ്പാടും സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.